തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ നാടകീയ നീക്കങ്ങളുമായി മഹാരാഷ്ട്ര ബി.ജെ.പി. നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസും മുതിർന്ന നേതാക്കളും RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിച്ച് മോഹൻ ഭഗവതുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചതും RSSും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും തന്നെയായിരുന്നു. ഏതാണ്ട് 62,000 യോഗങ്ങളാണ് മഹാരാഷ്ട്രയിൽ മാത്രം RSS മുൻകൈയെടുത്ത് നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം. 16,000 യോഗങ്ങളായിരുന്നു ഹരിയാനയിൽ നടത്തിയിരുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഇത് മഹാരാഷ്ട്രയിൽ 62,000-ഓളം യോഗങ്ങൾ നടന്നതായിട്ടാണ് വിവരം. ഏതായാലും വിവിധ സർവേ ഏജൻസികളുടെ കണക്കുകൾ ഇങ്ങനെയാണ്. മാട്രിക്സ് നൽകുന്ന പ്രവചനമനുസരിച്ച് മഹായുതി, അതായത് ഇപ്പോഴുള്ള ഭരണകക്ഷിയായ NDA 150 മുതൽ 170 സീറ്റ് വരെ നേടും എന്നാണ് പറയുന്നത്. 145 സീറ്റാണ് ഭരിക്കാൻ വേണ്ടത്. അഘാഡി 110 തൊട്ട് 130 വരെ, അതായത് ഉദ്ധവ് താക്കറെയും ശരത് പവാറും അടങ്ങുന്ന ടീം, കോൺഗ്രസും അടങ്ങുന്ന ടീമിന് 130. അതേഴ്സിന് 6 തൊട്ട് 8 സീറ്റുകൾ വരെ മാട്രിക്സ് പറയുന്നു. ചാണക്യ നൽകുന്ന കണക്ക് 152 മുതൽ 150 സീറ്റ് വരെ NDA സഖ്യം, BJP സഖ്യം നേടുമെന്നും INDA മുന്നണി 130 തൊട്ട് 138 സീറ്റ് വരെ നേടുമെന്നാണ്. അവിടെയും അതേഴ്സിന് 6 തൊട്ട് 8 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു. പീപ്പിൾസ് പൾസ് എന്ന് പറയുന്ന ഏജൻസിയാണ് BJPക്ക് വലിയ സീറ്റ് നില പ്രഖ്യാപിച്ചിരിക്കുന്നത്. 175 തൊട്ട് 195 സീറ്റുകൾ വരെയാണ് ഈ NDA സഖ്യം നേടും എന്ന് പറയുന്നത്. BJPയുടെ ഇത്തവണത്തെ ടാർഗറ്റ്, NDAയുടെ ടാർഗറ്റ് മഹാരാഷ്ട്രയിൽ 200 സീറ്റായിരുന്നു. 200 സീറ്റ് ലക്ഷ്യമിട്ടായിരുന്നു അവർ ഇത്തവണ പ്രവർത്തനം നടത്തിയിരുന്നത്. ഇവിടെ പീപ്പിൾസ് പൾസ് എന്ന് പറയുന്ന ഏജൻസി 175 മുതൽ 195 സീറ്റുകൾ വരെയാണ് NDA സഖ്യത്തിന് പറയുന്നത്. എന്നാൽ INDA മുന്നണിക്ക്, അല്ലെങ്കിൽ മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന മുന്നണിക്ക് പറയുന്നത് 85 തൊട്ട് 112 സീറ്റുകൾ വരെയാണ്. മറ്റുള്ളവർക്ക് 7 തൊട്ട് 12 വരെ എന്ന് പറയുന്നു. അതായത് ഇവിടെ ശ്രദ്ധേയമായ കാര്യം ഈ മറ്റുള്ളവർ തന്നെയാണ്. എല്ലാ ഏജൻസികളും മറ്റുള്ളവർ വലിയ രീതിയിൽ സീറ്റ് നേടും എന്ന് പറയുന്നു. അത് 6 മുതൽ 12 സീറ്റുകൾ വരെ നേടാമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ BJPയുടെ പ്ലാൻ A അനുസരിച്ചിട്ടാണെങ്കിൽ പോലും അവർക്ക് ചില നിർണായക നീക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഈ NDA സഖ്യം അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും BJP തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവരുടെ നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിക്കുകയും ചെയ്തു. 150-ൽ പരം സീറ്റുകൾ, 160 സീറ്റിൽ മത്സരിക്കുന്നവർ പറഞ്ഞിരുന്നെങ്കിൽ പോലും 156 സീറ്റുകളിലാണ് BJP മത്സരിച്ചത്. BJP അങ്ങനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുകയാണെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാവും. ഇനി ഭരിക്കാനായി NDAക്ക് കോറം തികഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ സീറ്റുകൾ തികഞ്ഞില്ല എങ്കിൽ ഈ അതേഴ്സിനെ കൂടി കൂട്ടിയോജിപ്പിക്കാനുള്ള നീക്കമായിരിക്കും. പക്ഷേ ഈ അതേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിലുള്ള ഒരു ചർച്ചകളും ഇന്നലെ നടന്നതായി പറയുന്നു. കാരണം മുൻപ് ഈ ശിവസേന പിളർന്നതിനെയും അജിത് പവാറിനെ NDA സ്വീകരിച്ചതിനുമൊക്കെ കടുത്ത വിയോജിപ്പ് RSS രേഖപ്പെടുത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനി ആരെയൊക്കെ കൊള്ളണം എന്നുള്ളത് RSSുമായി കൂടിയാലോചിച്ച് മാത്രമേ BJP ചെയ്യുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും 288 അംഗ നിയമസഭയിൽ മത്സരിച്ചത് 4,136 സ്ഥാനാർത്ഥികളാണ്. ഇതിൽ 2000-ൽ പരം സ്ഥാനാർത്ഥികൾ സ്വതന്ത്രന്മാരുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.